ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീന ചിന്നുമോളോട് യാത്ര പറയുകയാണ്. അലീന യാത്ര പറഞ്ഞ് വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയും അതുകൊണ്ട് സങ്കടപ്പെട്ട് നോക്കുന്നുണ്ട് അലീനേനെ. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി നമ്മുടെ ചിന്നുമോളോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. രണ്ടുപേരും കൂടെ വീടിനല്ല അനാഥാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ചിന്നുമോളെ പിടിച്ചുകൊണ്ട് സിസ്റ്റർ അവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ രേവതിക്കുട്ടി ഭയങ്കര വിഷമത്തിലായതുകൊണ്ട് ഗ്രേസമ്മ പോയി ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി വരുമ്പോഴല്ലേ ഇനി വരാൻ കഴിയുമെന്ന്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അലീന വന്നാലേ ഇങ്ങോട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ, നമുക്ക് അല്ലാതെയൊക്കെ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടീനെ ആശ്വസിപ്പിച്ച് പിന്നെ അലീനേനെ ആശ്വസിപ്പിച്ച് രണ്ടുപേരെയും കൂടെ നമ്മുടെ ഗ്രേസമ്മ വണ്ടിയിൽ കയറ്റി അവർ യാത്ര തിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിയും രോഹിത്തും കൂടെ പ്ലാൻ ചെയ്യുന്നതാണ് അലീനനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, അലീനയ്ക്ക് ഇപ്പോൾ പണി കൊടുക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, അവളിപ്പോൾ എറണാകുളത്ത് പോയേക്കോ, അല്ലെങ്കിൽ നമുക്ക് എറണാകുളത്തൊരു പണി കൊടുത്താലോ, പാലയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട, അവൾക്ക് ഞാൻ പറഞ്ഞ 7-ൻ്റെ പണി തന്നെ കൊടുത്താൽ മതി, ഇങ്ങോട്ട് വരട്ടെ എന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ അവളെ അന്ന് അടിച്ചിട്ട് അവൾ തലകറങ്ങിപ്പോയി, അവളുടെ ഒരു 4 പല്ലെങ്കിലും മിനിമം ഇളകിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട്, അങ്ങനത്തെ പണിയൊന്നും അല്ല കൊടുക്കണ്ടേ, ഞാൻ പറയുന്ന രീതിയിലുള്ള പണി കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും രോഹിത്തിനൊരു സംശയമുണ്ട്. അവൾ പോലീസിലെങ്ങാനും ഇനി കംപ്ലൈൻറ്റ് ചെയ്യുമോയെന്ന് രോഹിത്ത് ഇങ്ങനെ വ്യാകുലപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട്, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് ഓർത്ത് പേടിക്കേണ്ട, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാം, എന്നിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാം, ഇൻ്റർനെറ്റിലൊക്കെ ഇട്ട് വൈറലാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഇത് വല്ലതുമൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കിതെല്ലാം സെറ്റ് ചെയ്യണമെന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് യാത്ര ചെയ്ത് വിഷമിച്ച് മാമച്ചനും ഗ്രേസമ്മയൊക്കെ വീട്ടിലെത്തുന്നതാണ്. രേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, കാലിൽ ഞാൻ തൈലം തേച്ച് ഒഴിഞ്ഞു തരാമെന്നും പിന്നെ ഒരു ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും പറയുകയാണ്, ഇപ്പോൾ ഞാൻ പുറപ്പെട്ട എപ്പോൾ പാലയിലെത്താനാ, രാത്രി ആവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അതിന് നീ ഇപ്പോൾ പോകുന്നില്ലല്ലോ, നീ നാളെ രാവിലെ പോയാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന അത് പറ്റത്തില്ല, ഇപ്പം തന്നെ പോകണം, നാളെ ചെന്നാൽ ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് നമ്മുടെ ഗ്രേസമ്മ പറയുവാണ്, നിനക്ക് ഇപ്പം തന്നെ പോകണമെങ്കിൽ ഞങ്ങൾ നിന്നെ കൊണ്ടാക്കും, ഇല്ലെങ്കിൽ നീ നാളെ രാവിലെ പോയാൽ മതി എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയുവാണ്, അതേ ശരിയാ, നാളെ രാവിലെ പോയാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന മനസ്സോടെ മാമച്ചനോട് പറയും, ഒന്ന് വിളിച്ച് പറയാവോ സാറിനെയും ചോദിക്കും. ഉത്തരവാദിത്തപ്പെട്ടവർ തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും അത് കുഴപ്പമുണ്ടാവില്ല, അലീന പറഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് പറയും. അപ്പോൾ മാമച്ചൻ അലീനയുടെ കയ്യിൽ നിന്ന് ബാലേന്ദ്രൻ്റെ നമ്പർ വാങ്ങി ബാലേന്ദ്രനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അലീന വരാൻ ലേറ്റ് ആവും, അലീന നാളെ രാവിലെ വരുള്ളൂ, ഇന്നിപ്പോൾ കൊല്ലത്ത് പോയിട്ട് ലേറ്റായിട്ടാണ് എത്തിയത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രാത്രി ആവുമെങ്കിൽ വരണ്ട, നാളെ രാവിലെ വന്നാൽ മതിയെന്ന് നമ്മുടെ മാമച്ചനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അലീന അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കാമോ എന്നിങ്ങനെ ചോദിക്കും. ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, പോയ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് തിരക്കുമ്പോൾ അലീന നടന്നു എന്ന് പറയും. എങ്കിൽ പിന്നെ രാത്രിയായിട്ട് വരണ്ട, നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ ഒരു കോള് കിട്ടുകയും പിന്നെ കാണിക്കുന്നത് വൈജയന്തിയും പിള്ളേരും കൂടി ഇരുന്ന് സിനിമ കാണുന്നതാണ്. സിനിമയല്ല, TV കാണുന്നതാണ്. അപ്പോൾ ബാലേന്ദ്രൻ വന്ന് വൈജയനെ വിളിക്കും. എന്നിട്ട് പറയും, അലീന നാളെ രാവിലെ വരികയുള്ളൂ, ഇന്ന് രാത്രി വരില്ലെന്ന് പറയും. അപ്പോൾ നമ്മുടെ വൈജ ദേഷ്യപ്പെടും, എപ്പോഴും പറയുന്ന പോലെ. അതിന് ബാലേന്ദ്രൻ സമ്മതിച്ച് എന്തിനാന്നൊക്കെ ചോദിച്ച് നല്ലതായിട്ട് ദേഷ്യപ്പെടും. പിന്നെ അവർ തമ്മിൽ വഴക്കാണ്. അലീന വരുന്നതിനെ പറ്റി സംസാരിച്ച് നാളെ രാവിലെ അവൾ വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജ അങ്ങനെ പോവുകയാണ് അകത്തേക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയുടെ മകൻ്റെ റൂം രേവതിക്കുട്ടി അലീനയെ തുറന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഈ സമയത്ത് ഗ്രേസമ്മയും മാമച്ചനും ഇവർക്ക് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയേക്കുവാണ് കേട്ടോ. രേവതിക്കുട്ടി അലീനയെ വീട്ടിലെ ഗ്രേസമ്മയുടെ മകൻ്റെ റൂമിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്, ഫോട്ടോസൊക്കെ. എന്നിട്ട് രേവതിക്കുട്ടി പറയുകയാണ്, ഒരു ആൽബം ഉണ്ട്, അതെടുത്ത് റൂമിൽ വെച്ചേക്കാണ്, ഒരു മൊബൈലുണ്ട്, ചാർജ് ചെയ്തിട്ട് ഓൺ ആവുന്നില്ലെന്നൊക്കെ. അപ്പോൾ അലീന അന്വേഷിക്കുകയാണ്, 4 വർഷമായില്ലേ മരിച്ചിട്ട്, ആ ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണില്ലേ, ചേച്ചി കല്യാണക്കുറിയൊന്നും അയച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചിലപ്പോൾ വിഷമാവുമെന്ന് വിചാരിച്ചായിരിക്കും അയക്കാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ നേരെ കാണിക്കുന്നത് ഗ്രേസമ്മയും അമ്മച്ചനും കൂടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്നതാണ്. ജോസൂട്ടിയോട് പറയും, കാറിൽ നിന്നുള്ള കിറ്റൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ പറയും. എന്നിട്ട് അവർ വന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ, ഇത്രയും യാത്രയായിരുന്നില്ല രാവിലെ മുതൽ. അപ്പോൾ ഗ്രേസമ്മ നേരെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ചിന്നുകുട്ടിയുടെ
ഫോട്ടോ ഇങ്ങനെ നോക്കുക കേട്ടോ, നോക്കി ചിരിക്കുവാണ്. എന്നിട്ട് മാമച്ചനോട് പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത റിലേറ്റീവ്സിൻ്റെ ആരെയോ പോലെ തോന്നുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചനും പറയുന്നുണ്ട്, ശരിയാണ്, അടുത്ത ബന്ധുക്കളിൽ ആരുടെയോ കുട്ടിയെ പോലെ തോന്നുന്നുണ്ടോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്.